ഹലോ ഗായ്സ്, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ മണി പ്ലാന്റും പിന്നെ ഫെയറി ലൈറ്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. റൂം ഒന്ന് ഡെക്കോറേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ നല്ല ക്വാളിറ്റി ആയിരുന്നു. ആൻഡ് ഇത് അഫോർഡബിൾ റേറ്റിനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ബിലോ 200 ആണ് ഇത് രണ്ടും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബോക്സിൽ ഇത് എന്താ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഇതെൻ്റെ അച്ഛനായിരുന്നു ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഒരു വലിയ ഇത് ഹാങ്ങിങ് ലൈറ്റായിരുന്നേ. ഞാൻ വിചാരിച്ചു ആദ്യം വെയിറ്റ് ഉണ്ടാവുമെന്ന്, പക്ഷേ അധികം വെയിറ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇത് അയക്കാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. അതെന്തിനാന്ന് പോലും എനിക്കറിയത്തില്ല. അത് വല്ല ഫിക്സ് ചെയ്യാനായിരിക്കും. പിന്നെ അത് ഇനി ഹാങ് ചെയ്തിട്ടില്ല, ഇവിടെ വെച്ചേക്കുക. അപ്പോൾ എന്തായാലും ഇത് നല്ല സാധനമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് പോയി ബ്രൂണോനെ ഒന്ന് കൊഞ്ചിക്കാൻ പോയി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ബ്രൂണോനെ ഗ്രൂമിങ് ചെയ്യുന്ന മുമ്പേ എടുത്ത വീഡിയോ ആണ്. ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബുക്ക് ചെയ്തത് സൺസെറ്റ് ലാമ്പായിരുന്നു. ഈ ട്രാൻസിഷൻ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ മേടിച്ചത്. ആൻഡ് ഇതും അഫോർഡബിൾ റേറ്റിന് ബിലോ 200 ആണ് ഇതും. അപ്പോൾ ഇതും അടിപൊളി പ്രൊഡക്റ്റാണ്, എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് കുറേ ലൈറ്റ്സ് ഉണ്ട് ഇതിൽ, വേറെ വേറെ കളേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ഇത് ഞങ്ങൾക്ക് വേറെ വേറെ കളേഴ്സായിട്ട് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ കുറേ സെറ്റിങ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അഡാപ്റ്ററിൽ കുത്തിയിട്ട് ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ വലിയ പെട്ടിയിൽ എന്താണെന്ന് നോക്കാം. ഞാനൊരു റിംഗ് ലൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ, അതാണ് നോക്കാവേ. എടുത്തപ്പോൾ എല്ലാം ഊരി വന്നു ഗൈസ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഇതാണ് ഇതിൻ്റെ കൂടെ ഈ രണ്ട് സാധനം കൂടെ ഉണ്ട്. പക്ഷേ ഇതെങ്ങനെ ഫിക്സ് ചെയ്യാൻ എനിക്കറിയത്തില്ല. യൂട്യൂബ് നോക്കിയിട്ട് ഫിക്സ് ചെയ്യാം. സ്റ്റാൻഡാണ് തോന്നുന്നു ഗൈസ്. അതെ, സ്റ്റാൻഡ്. സ്റ്റാൻഡ്. അപ്പോൾ ഫിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇതിൽ വരുന്നത് 3 ഡിഫറെൻറ്റ് കളേഴ്സാണ്. ഒരെണ്ണം ഫുൾ പ്യൂർ വൈറ്റാണ്, ഇതൊരെണ്ണം വാം ലൈറ്റാണ്, ഇനി ഒരെണ്ണം കുറച്ചും കൂടെ വാം ലൈറ്റാണ്. മൂന്നും അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഇത് വാം ലൈറ്റാണ്. ഇതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. ആദ്യം കാണിച്ചത് വൈറ്റ് ലൈറ്റായിരുന്നു, ഇത് കുറച്ചും കൂടെ ബ്രൈറ്റർ വാം ലൈറ്റാണ്. അപ്പോൾ മൂന്നും നല്ല കളേഴ്സാണ്. ആൻഡ് വൈറ്റ് ലൈറ്റ് ഇടുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ എടുത്ത് കാണുന്ന പോലെ തോന്നി. അല്ലാതെ അടിപൊളിയാണ്. ആൻഡ് ബ്രൈറ്റ്നെസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് റൂം ഡെക്കോറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ പോയി ഞങ്ങൾ. അങ്ങനെ കുറച്ച് ഹാർട്സ് ഇങ്ങനത്തെയൊക്കെ ക്രാഫ്റ്റിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു റിബൺ എടുത്തിട്ട് ബോ ഉണ്ടാക്കി. അത് കുറച്ചധികം ചെയ്തിട്ടുണ്ടായിരുന്നേ. ബോസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കോർണർ സെലക്ട് ചെയ്തു. ആ കോർണറിലാണ് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കോർണറിലാണ് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കാണിച്ചു തരാവേ. ദേ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റിൽ പറയണേ. ഇത് ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു. ലൈറ്റ് ഓഫാക്കിയപ്പോൾ ഇത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ ഗൈസ്.